അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ പ്ലാമൂട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തുള്ളത്. പ്ലാമൂട് ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണുള്ളത്. ഈ പള്ളിയിൽ ഒരു മഹാൻ്റെ മക്ബറയുണ്ട്. വലിയ മഹാനാണ്. പ്ലാമൂട് ഉപ്പാപ്പ എന്ന പേരിലാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഈ മഹാൻ്റെ മഹത്വവും പോരിശയൊക്കെ പറയാറുണ്ട്. പ്രത്യേകമായി മഹാനവറുകളുടെ പേര് പ്രത്യേകം പറയപ്പെട്ടിട്ടില്ല. അങ്ങനെ അധികം ആൾക്കും അറിയില്ല. പക്ഷേ എങ്കിലും വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഈ മഹാൻ്റെ മഹത്വങ്ങളും ഇവിടെ സിയാറത്ത് ചെയ്താലുള്ള ഫലങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചിട്ട് സിയാറത്ത് ചെയ്താലൊക്കെ വലിയ ഫലമാണ് എന്ന് ഇവിടുത്തെ പള്ളിയിലുള്ള ഉസ്താദ് പറയണ്ടായി. പ്ലാമൂട് ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ്റെ മക്ബറയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് നമുക്ക് പോകാം. ഇലാ ഹദ്റത്തിൻ നബിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദു ലില്ലാഹിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജന്നത്തി വൻ നാസ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഖുർആനു ശരീഫിനെ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൻ്റെ സവാബിന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്, ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, സഹായം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ സിയാറത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. സദുക്കളായ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ഈ സിയാറത്തും യാത്രയും ഞങ്ങൾ ഓതിയ ഖുർആനു ശരീഫുകളൊക്കെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ എല്ലാം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഖൈറായ ഉദ്ദേശങ്ങളെ ഹസ്വലാക്കി തരണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഖൈറായ ഉദ്ദേശങ്ങളെ നീ ഹസ്വലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് പലരും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് അറിയിച്ചവരുണ്ട്, നേരിട്ട് പറഞ്ഞവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റിലൂടെയും ഒക്കെ അറിയിച്ച ആളുകളുണ്ട്. അവരുടെയൊക്കെയും ഖൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഹസ്വലാക്കി തരണേ അല്ലാഹ്, ഹസ്വലാക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വർഷങ്ങളായി. അല്ലാഹുവെ, പല നീർച്ചകൾ നൽകി പല ചികിത്സകൾ നടത്തി ഇതുവരെയും മക്കളാകാതെ വിഷമിക്കുന്നവരുണ്ട്. ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മഹാന്റെ ബർക്കത്ത് കൊണ്ട്
അള്ളാഹുവെ ഗർഭിണിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. റാഹത്തായ നിലക്കുള്ള പ്രസവം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കൾ പരീക്ഷകൾ അള്ളാഹുവെ അവരുടെ പഠനങ്ങളിലും പരീക്ഷകളിലുമൊക്കെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ നീ എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ കള്ളുകുടിയന്മാരാക്കല്ല അല്ലാ, തെമ്മാടികളാക്കല്ല അല്ലാ, വ്യഭിചാരികളാക്കല്ല അല്ലാ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാക്കല്ല അല്ലാ. മക്കള് കാരണം കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ നൽകല്ല റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിന്റെ ഇബാദുകളിൽ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവെ വാടക വീടുകളിൽ താമസിച്ച് വാടക കൊടുക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാ. ഖൈറായ വഴികളെ തുറക്കണേ അല്ലാ. പടച്ചവനെ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും അതിനുശേഷം നല്ല റാഹത്തോടെ ആഫിയത്തോടെ ആ വീടുകളിൽ താമസിക്കാനും നീ സൗഭാഗ്യം നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാ. പടച്ചവനെ കടങ്ങൾ വന്ന് പ്രയാസപ്പെട്ടവരുണ്ട്. അല്ലാഹുവെ വലിയ കടബാധ്യതകളുള്ളവരുണ്ട്. ഈ മഹാന ബറക്കത്ത് കൊണ്ട് അതൊക്കെയും എത്രയും പെട്ടെന്ന് വീട്ടി തീർക്കാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാനെ. വലിയ കടബാധ്യതകൾ വരുന്ന പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും അല്ലാഹുവെ നീ കാക്കണേ അല്ലാ. നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവെ വിവാഹപ്രായമെത്തി ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനെ. ഖൈറായ അനുയോജ്യരായ അല്ലാഹുവെ ഇണകളെ നീ അടുപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവെ പ്രത്യേകിച്ച് ഞങ്ങളിൽ പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവെ പല വേദനകളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ. ആജിലായ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ മാരകമായ രോഗങ്ങൾക്ക് ഞങ്ങളെ അടിമകളാക്കല്ല അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വലിയ പരീക്ഷണങ്ങൾ തരല്ല അല്ലാ. തന്ന് പരീക്ഷിക്കല്ല അല്ലാ. നീ സലാമത്താക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പടച്ചവനെ ഈ സിയാറത്ത് കൊണ്ടൊക്കെയും സാധുക്കളായ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ. ജീവിതം നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവെ ആരോടും വെറുപ്പും വിദ്വേഷവും അസൂയയും കിബറും ഉള്ള ഖൽബാക്കല്ല അല്ലാ. പടച്ചവനെ തഖ്വയും ഈമാനും ഇഖ്ലാസും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവെ ജീവിക്കൽ ഖൈറാകുന്ന കാലം അത്രയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെയൊക്കെ വരാനും സിയാറത്ത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അതിലുപരി ഹജ്ജും ഉംറയും മറ്റു സിയാറകൾക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ എല്ലാ ആഫാത്ത് മുസീബത്തുകൾ അപകടങ്ങൾ മാരക രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഇവകളെ തൊട്ടൊക്കെയും ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. അവസാനം മരിക്കൽ ഖൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നാളെ സ്വർഗത്തിൽ ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഈ മഹാന്മാരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ചു കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.